അത് നിങ്ങൾ ഈ മ്യൂസിക്കുമായിട്ട് നിങ്ങൾ ഈ ഇതിലേക്ക് വരാണ്ട കാരണം എന്താണ്? അതായത് ഈ മ്യൂസിക് ഇഷ്ടപ്പെട്ട് എങ്ങനെയാണ് ഇതിൽ വന്നത്? ഇതങ്ങനെ യാദൃശ്ചികമായിട്ട് കയറി വന്നത്. യാതൊരു ഇത് ഞാൻ പഠിച്ചിട്ടില്ല. ഒരു ബേസിക് നോളജ് ഒന്നും ഇല്ല. സാക്സോഫോണിന്റെ വിൻഡ് ഇൻസ്ട്രുമെന്റ്. ഇതിന്റെ പേരെന്താ? സാക്സോഫോൺ. സാക്സോഫോൺ. വിൻഡ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് യാതൊരു ബന്ധമില്ല. വിൻഡ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ ഫ്ലൂട്ട്, ക്ലാരിനെറ്റ്, ട്രംപറ്റ് അങ്ങനെയുള്ള സാക്സോഫോൺ. ഇല്ല, അങ്ങനെയല്ല. ഇത് മറ്റുള്ള എന്ത് മ്യൂസിക് ഉപകരണങ്ങളും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ ഒരുമാതിരിപ്പെട്ട ആൾക്കാരെ കൊണ്ട് പറ്റും. ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. അതെ. പക്ഷെ ഇത് നിസ്സാരം പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക്. ഇത് ഇത്തിരി വ്യത്യാസം പറഞ്ഞാൽ നമ്മൾ ബ്രീത്ത് മോഡുലേഷൻ, ഫിംഗറിങ്ങും ഇതൊക്കെ ആയിട്ട് പോകണം. മറ്റുള്ള ഇൻസ്ട്രുമെന്റ്സിനായിട്ട് കുറച്ച് ടഫാണ് അത്. അതാ പറയുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ഒത്തിരി സ്വിച്ചുകൾ ഉള്ളത് തോന്നുന്നുണ്ട്. അതായത് ബട്ടൺ കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് ബട്ടൺസും ഇതൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ബേസിക് എന്ന് വെച്ചാൽ ഇത് നമ്മള് ബേസിക് ഞാൻ പഠിച്ചില്ല എന്ന് പറഞ്ഞല്ലോ. അതായത് ചേട്ടനെ പോലെയുള്ള ഒരു വ്യക്തി അതായത് ഒന്നും പാട്ടൊന്നും പഠിച്ചിട്ടില്ല, ഇതിനെക്കുറിച്ച് പഠിക്കാൻ. ബേസിക് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ 27 വർഷമായി സൗദി അറേബ്യയിൽ. 27 വർഷമായി. വരുമ്പോ ഞാൻ കീബോർഡ് കുറച്ച് നാള് നോക്കിയിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഒരു 20 വർഷത്തോളം യാതൊരു ഇതിലേക്ക് വരുന്ന ഇല്ല. നമ്മുടെ ജോലി ബന്ധമായിട്ടില്ല ഇതില്. പിന്നെ ഫാമിലി വീടിന്റെ മക്കള് 2 പേര് ഇവിടെ പഠിക്കുന്നു. അപ്പൊ ഇതിൽ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ വന്നെന്ന് വെച്ചാൽ ഇതിനോടൊരു പെട്ടെന്നൊരു ഇൻട്രസ്റ്റ് വന്നു ഒരു 6 വർഷം മുമ്പ്. ശരി. അങ്ങനെ ഒരു 2-3. അതായത് ഉള്ളില് ഈ കല ഉണ്ടായിരുന്നിരിക്കണം. അല്ല നിങ്ങളെ കുടുംബത്തില് അങ്ങനെ ബന്ധുക്കൾ അങ്ങനെ ആരെങ്കിലും കലാകാരന്മാരും ഉണ്ടോ? ഉണ്ടോ? അത് വീട്ടില് കുറച്ച് മ്യൂസിക്കൽ ഇതുണ്ട്. ഉണ്ടാവും. പിന്നെ ഞാന് ചെറുപ്പത്തിലെ ഡാഡിയുടെ കയ്യിൽ ഒരുപാട് കാസറ്റ് കളക്ഷൻസ് ഉണ്ട്. ഡെയിലി രാവിലെ അടിക്കുമ്പോൾ കേൾക്കുന്നത് അത് ശരി പല പാട്ടുകളാണ്. ഹിന്ദി, തമിഴ്, മലയാളം സോങ്സ്. അപ്പൊ 4ലൊക്കെ പഠിക്കുമ്പോ എനിക്ക് ആ പാട്ടുകൾ ഇങ്ങനെ മനസ്സിൽ പാടിയിട്ട് കിടക്കും. എനിക്കിങ്ങനെ ഇൻസ്ട്രുമെന്റ് കയ്യിൽ വന്ന് പെട്ടപ്പോ എന്റെ കിടക്കുന്ന മനസ്സിൽ കിടക്കുന്ന പാട്ടുകളൊക്കെ ഞാൻ ഇതിലേക്ക് കൊണ്ടുവരാൻ നോക്കാം. അതായത് ഇത് ആരെങ്കിലും അന്നേരം കയ്യില് ഗിഫ്റ്റ് ആയിട്ട് അങ്ങനെ സമ്മാനിച്ചതാണോ? അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല 7 വർഷം മുമ്പ് നാട്ടിൽ പോയപ്പോ ഇത് പഠിച്ചാലോ 5-ലെ ഒരു പാട്ടുണ്ട്. അത് കേട്ടപ്പോ ഒരാഗ്രഹങ്ങള് ഇങ്ങനെ വീട്ടില് കുറെ ഇൻസ്ട്രുമെന്റ്സ് വാങ്ങിച്ചിട്ട് ഞാൻ ഇതേപോലെ ആഗ്രഹമായിട്ട് എന്നാ പഠിച്ചു കളയാം. നാട്ടിൽ ചെന്നപ്പോ വെക്കേഷൻ കഴിഞ്ഞ് 2 ആഴ്ചയോളം ആ നേരത്തെ 2 സാക്സോഫോൺ പ്ലേയേഴ്സിന് എടുത്ത് പറഞ്ഞു വിൻഡ് ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് ബന്ധം വേണം. ഇത് നിങ്ങൾക്ക് 10-12 ദിവസം പോകാൻ ഇതിലെന്ത് പഠിപ്പിക്കാം. അല്ല അവരെയും കുറ്റം പറയാൻ പറ്റില്ല. കറക്റ്റാണ്. അങ്ങനെ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് കിഷോർ. ആളിനടുത്ത് പറഞ്ഞപ്പോ നിൽക്കാൻ ഞാൻ കാണിച്ചു തരാം. ലൈറ്റായിട്ട് 4 വർഷം കാണിച്ചു തന്നു. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു ഇൻസ്ട്രുമെന്റ് വാങ്ങിച്ചത്. ഇത് ഓൾമോസ്റ്റ് ഒരു 50,000 റുപ്പീസ് വരും ഇന്ത്യൻ മണി. 50,000. അപ്പൊ ഇത് ഒരെണ്ണം വാങ്ങിച്ചു ഇവിടെ കൊണ്ടുവന്ന് ഞാൻ പ്ലേ ചെയ്യാൻ നോക്കിയപ്പോ ഒരു ഐഡിയ ഇല്ല. അത്രയും ഫോൾസ് വോയിസ് വരുന്നു. അത് പെട്ടി മൂലയിലിട്ടു. അങ്ങനെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോ വെറുതെ ഇൻട്രസ്റ്റ് തോന്നി. ഇതെടുത്ത് വായിക്കാൻ നോക്കാൻ പറ്റാണ്ടായപ്പോ അതേപോലെ ഇവിടുത്തെ ബീച്ച് ഏരിയ ഉണ്ടല്ലോ അവിടെ വണ്ടി കൊണ്ടിട്ടിട്ട് വെറുതെ പ്ലേ ചെയ്തു. അങ്ങനെ പ്ലേ ചെയ്ത് വരുന്നൊക്കെ റോങ് വോയിസ്. ഒത്തിരി ബുദ്ധിമുട്ടില്ല. ഒരു 4-5 ദിവസം അങ്ങനെ പ്ലേ ചെയ്തപ്പോ ഒരു കയ്യിൽ ഇങ്ങനെ വന്നപ്പോ പിന്നെ നമ്മൾ ട്രൈ ചെയ്ത് എത്തി. ഇപ്പൊ ഗോഡ്സ് ഗ്രേസ് ഒരു ഇവിടുത്തെ സൗദിയിലത്തെ ഒരുവിധം സംഘടനകൾക്കും ജില്ലകൾക്കാര് പ്രോഗ്രാംസിലൊക്കെ പ്ലേ വിളിക്കുന്നുണ്ട്. അതായത് നിങ്ങളെ നമ്പർ ഇതിൽ കൊടുക്കാൻ താല്പര്യമുണ്ടോ? അങ്ങനെയില്ല. അഥവാ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമ്മിറ്റി അംഗവുമായിട്ട് ബന്ധപ്പെടേണ്ട നമ്പർ മതി. അങ്ങനത്തെ പ്ലാൻസ് ശരിക്കും പ്ലാൻസ് ഒന്നുമില്ല. നമ്മൾ പറഞ്ഞില്ലേ അതായത് ഇങ്ങനെ ഒരു ഒഴുക്കിൽ കൊടുക്കും. ഇവിടെ സൗദി അറേബ്യത്തെ സാഹചര്യം കലാകാരന്മാര് മിക്കവാറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 90% അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വേറൊരു മുതിരുണ്ടാവും അതിനായിട്ടുള്ള ഹെഡ്. അവരുടെ നമ്പർ ആയിരുന്നാലും കൊടുത്തു കഴിഞ്ഞാൽ ഇല്ല. അങ്ങനെ ഒരു ഇതിൽ പോണില്ല. എന്താ സംഭവം എന്ന് വെച്ചാല് നമ്മള് ഇവിടെ നമ്മള് സംഘടന ആൾക്കാർ മിക്കവാറും വിളിക്കുമ്പോൾ നമ്മൾ വീക്കെൻഡ് പ്രോഗ്രാമിന് പോകാറുണ്ട്. പല ആൾക്കാർക്കും പല സംഘടനകളും കമ്പനികളും പിന്നെ റിയാദിൽ പ്ലേ ചെയ്തിട്ടുണ്ട്, ജിദ്ദയിൽ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പ്രോഗ്രാം പോയി. ഞാനൊരു ബാൻഡ് ക്രിയേറ്റ് ചെയ്തിരുന്നു. ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു ബാൻഡ്. അതിൽ ഡ്രംസ്, ഗിറ്റാർ, വയലിൻ പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. 5-6 മെയിൽ ഫീമെയിൽ സിംഗേഴ്സ്. കൊറോണയ്ക്ക് മുമ്പ്. പിന്നെ കൊറോണയ്ക്ക് ശേഷം അത് സ്പ്ലിറ്റ് ആയിപ്പോയി. പിന്നെ അത് കണക്ട് ആയില്ല. എന്നാലും
ഇവിടെ ചില സംഘടനകളൊക്കെ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട്. ശരി. അപ്പോൾ ഒരു പാട്ടോടൊന്നും പാടാമോ? ഒരു മലയാള സോങ്ങായ മലയാള സംഗീതം ഒരു അടിച്ചുപൊളി സോങ്. അടിപൊളി അടിപൊളി. താങ്ക് യു. എന്നാലേ നമുക്ക് രണ്ടുപേർക്കായിട്ട് ഒരു നിങ്ങളുടെ പേര് ഒന്നുകൂടെ ഇതിൽ. കൈസ്. കൈഫ്. കൈസ്. 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 കൈസ് റഷീദ്. ഓക്കെ, കൈഫ് റഷീദ്. ഇതിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര് സാക്സോഫോൺ. സാക്സോഫോൺ. അതെ. നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട്? ഞാൻ താടി തൃശ്ശൂർ. തൃശ്ശൂർ. ഇവിടെ വന്നിട്ട് എത്ര കാലമായി? 27 കാലമായി. ഓക്കെ. അപ്പോൾ എന്തായാലും പരിചയപ്പെട്ട സന്തോഷം. ഓക്കെ, താങ്ക് യു. അതായത് ഇത് ഞാൻ പറയാൻ പറ്റുമോ? അതായത് എൻ്റെ ഫസ്റ്റ് ബ്ലോഗ് പോലെ ഞാൻ എടുത്തതാണ്. അതായത് ഞാൻ ഭംഗിയിട്ട് നടക്കട്ടെ. ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ഒന്നും ഇടാറില്ല. സംഭവം വീഡിയോ ഇടും, എന്തെങ്കിലും ചെറിയൊരു തന്നെ. ഇത് ഒരു വെറൈറ്റി ആയിട്ട് ഇതൊരു എൻ്റെ ഫസ്റ്റ് ബ്ലോഗാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.